ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. നമ്മൾ എന്നുള്ളത് സൗത്ത് കർണാടകയിലെ ധർമ്മസ്ഥലയിലാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ സ്വാമി ടെമ്പിൾ. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായിട്ട് അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നേത്രാവതി നദി. നേത്രാവതി നദി കഴിഞ്ഞിട്ട് ഇതാണ് ധർമ്മസ്ഥലയുടെ അമ്പലത്തിലോട്ടുള്ള ആ ഒരു ആർച്ച് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻക്വയറി ഓഫീസും താമസിക്കാനുള്ള സ്ഥലവും. ഇത് ഒരുപാട് പണ്ട് കാലം തൊട്ടേ ഇവിടെയുള്ള ഒരു ബിൽഡിങ്ങാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഒറ്റ നിരയിൽ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിനും ഓരോ നെയിമാണ്. അതും നദികളുടെ പേരാണ്. കാവേരി, ഗംഗ, നേത്രാവതി, അതുപോലെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഓണർഷിപ്പ് അമ്പലത്തിൻ്റെ തന്നെയാണ്. അപ്പം നമുക്ക് ബാഗുകൾ, ദൂരെ നിന്ന് വരുന്നവർക്ക് ബാഗുകൾ വയ്ക്കാം, പിന്നെ താമസിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ഈ അമ്പലത്തിലെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. നമ്മൾ 3 പേരും ആ ഒരു ഹാപ്പിയിലാണ്. ഒത്തിരി നേരത്തെ തന്നെ നമ്മൾ അമ്പലത്തിലെത്തി എന്നൊരു സന്തോഷമായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ മനസ്സിലായി, ഇതുപോലെ വിചാരിച്ചു ഒരുപാട് പേരുണ്ടായിരുന്നു. ആ രാവിലെയും നല്ല തിരക്കുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള സമയത്തിനേലും കുറവായിരുന്നുവെങ്കിലും നമ്മളൊത്തിരി രാവിലെ തന്നെ എത്തി. നമുക്ക് ചപ്പൽ വയ്ക്കാൻ വേണ്ടി അവിടെ പോയിട്ട് കൊടുക്കാൻ പോലും പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ നമ്മൾ എവിടേക്കോ ഒന്ന് ഒളിപ്പിച്ചൊക്കെ വെച്ച് നമ്മളും ക്യൂവിലോട്ട് കയറി. ഇവിടെയാണെങ്കിലും ക്യൂ, ഒരുപാട് നീണ്ട ക്യൂ ആണ്. നോർമൽ ക്യൂ ഉണ്ട്, സ്പെഷ്യൽ ദർശനം ക്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സ്പെഷ്യൽ ദർശനം ക്യൂവിലാണ്. കമ്പയർ ടു നോർമൽ ക്യൂ, ഈ ക്യൂവിൽ ലെങ്ത്ത് കുറവായിരിക്കും, എങ്കിലും അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്പെഷ്യൽ ദർശനം ക്യൂവിലാണ്. അങ്ങനെ അത്യാവശ്യം നീളമുള്ള ഒരു ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സുഖമായിട്ടുള്ള ഒരു ദർശനവും കഴിഞ്ഞ് നമ്മൾ വെളിയിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റിലാക്സിങ് ആൻഡ് പവർഫുള്ളായിട്ടുള്ളൊരു ദർശനം തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ ഒരു ടെമ്പിള് നിങ്ങൾക്ക് കാണുമ്പോഴേക്കും ഒരു ഡിഫറൻസ്, നോർമൽ ടെമ്പിളിലുള്ള ഒരു നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, അത്യാവശ്യം പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിലും. അപ്പം ഈ അമ്പലം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീ മഞ്ജുനാഥ സ്വാമി, അതായത് ഭഗവാൻ ശിവൻ്റെ ക്ഷേത്രമാണ്. എങ്കിൽ പോലും നമുക്കിവിടെ ഒരു ജൈൻ ട്രഡീഷനും കൂടെ കാണാൻ പറ്റും. ഒരു ഹിന്ദു ട്രഡീഷനും ജൈൻ ട്രഡീഷനും മിക്സായിട്ടാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ അമ്പലം നടത്തുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഓണർഷിപ്പ് ഒരു ഗവൺമെൻറ് ഓണർഷിപ്പല്ല, ഇതൊരു ഫാമിലി ഓണർഷിപ്പാണ്. ഇത് ഒരു ഹെഗ്ഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെയാണ് ഈ ഒരു അമ്പലം. അപ്പം ഈ അമ്പലത്തിൻ്റെ ഓണേഴ്സ് ഫോളോ ചെയ്യുന്നത് ജൈൻ ട്രഡീഷനാണെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ വീടും ജസ്റ്റ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്കൊരു വീട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അമ്പലമാണിത്. അപ്പം അമ്പലത്തിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വേറെ ഒരു അമ്പലത്തിലോട്ട് പോകാനും പറ്റും. അത് കുറച്ച് മല കയറിയാണ്, സ്റ്റെപ്സാണ്, മലയാണെങ്കിൽ പോലും. അപ്പോൾ ഇതാണ് അത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ജൈൻ ട്രഡീഷനും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഇത്. അപ്പം ഇതിനെ ബാഹുബലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാഹുബലി ക്ഷേത്രത്തിലോട്ടും നമുക്ക് വരാൻ പറ്റി. സെയിം ഈ ഹെഗ്ഡേ ഫാമിലി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ബാഹുബലി സ്റ്റാച്യുവും. അവിടെ അത്യാവശ്യം ഇയർലി അതിനൊരു ടൈമിൽ പൂജയും കാര്യങ്ങളുമുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നതാണ് ആ ഫാമിലിയുടെ ഇപ്പോഴത്തെ മേലാധികാരിയും ഇതിൻ്റെ എല്ലാം നടത്തിപ്പുകാരുമായിട്ടുള്ള ഒരു ഹെഗ്ഡേ, വീരേന്ദ്ര ഹെഗ്ഡേ എന്നാണ് അവരുടെ പേര്. അപ്പം ഇതാണ് ബാഹുബലിൻ്റെ ബിൽഡിങ്. അപ്പം ഇപ്പോൾ അവിടെ ഒരു പൂജ നടക്കുകയാണ്. അപ്പം നമുക്കതും കാണാൻ പറ്റി.
എന്തായാലും ഞങ്ങൾ പോയ ദിവസം ഒരു സ്പെഷ്യൽ ദിവസമായതുകൊണ്ട് അത്യാവശ്യം നല്ല പൂജകൾ കാണാൻ പറ്റി. പോരാത്തതിന് ഈ 2 ആനക്കുട്ടന്മാരെയും അവിടെ കാണാൻ പറ്റി, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ ബാഹുബലി ബെട്ട, അല്ലെങ്കിൽ ബാഹുബലി ആ മലയുടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു ബാഹുബലി സ്റ്റാച്ചു ഉള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ആ സ്റ്റാച്ചു ബിൽഡ് ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ഫോട്ടോഗ്രാഫും ഡീറ്റെയിൽസും എല്ലാം മേളിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര, അത്രയും പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ആന വലിച്ചിട്ട് ഒക്കെയാണ് അതിൻ്റെ പീസസും ഒക്കെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പം നല്ല ഇൻഫോർമേറ്റീവായിട്ട് തോന്നി. സോ അത് കഴിഞ്ഞിട്ട് ഈ ഹെഗ്ഡെ ഫാമിലി തന്നെ നടത്തുന്ന ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ. അപ്പം മഞ്ജുഷ മ്യൂസിയം എന്നാണ്. അപ്പോൾ നമ്മൾ ആ മ്യൂസിയം കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തു. ഇവിടെ മെയിൻലി അവരുടെ ഫാമിലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പഴയ അവരുടെ കാറുകളും വീട്ടിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും ഒക്കെയാണ് കൂടുതലും വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് ഭയങ്കര കളക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം കാർ കളക്ഷൻ ആവട്ടെ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആവട്ടെ, ക്യാമറാസ് ആവട്ടെ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നും പല രാജ്യത്തു നിന്നും കളക്ട് ചെയ്തിട്ട് കൂടുതലും കർണാടക അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചേഴ്സിനെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലുള്ള പഴയ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു മ്യൂസിയമാണ് ആക്ച്വലി ഇത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഓണറിനെ പറ്റി പറഞ്ഞില്ലേ, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മെഴുക് പ്രതിമയാണ്. അപ്പം ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ളൊരു പ്രതിമയാണ്. നമ്മൾ കുറേ സമയം നോക്കി നിന്നു ഹൗ മച്ച് ഡീറ്റെയിലിംഗ് ദേ ആർ ഗിവൺ. അപ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ അതുമല്ല, ഇവരുടെ തന്നെ ഓണർഷിപ്പിൽ വരുന്ന ഒരു മ്യൂസിയമാണ് പയന, നമ്മുടെ മൈസൂർ റോഡിലുള്ള പയന കാർ മ്യൂസിയം. സോ ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ഷോർട്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സോ അതും ഇവരുടെ തന്നെ ഓണർഷിപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് മനസ്സിലാക്കാം അവരിങ്ങനെ ഭയങ്കര, അതായത് ഈ പഴയ സാധനങ്ങളും നമ്മുടെ ട്രഡീഷനെ കാണിക്കുന്ന സാധനങ്ങളും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരു ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇത്രയധികം മ്യൂസിയംസ് അവർക്കുള്ളത്. അതും നല്ല അടിപൊളി വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ഹൈ ടെക് ആയിട്ടുള്ള മ്യൂസിയംസാണ് എല്ലാം. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു വലിയ ആമത്തോടാണ്. ആമത്തോടിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാണത്. ഇത് തിമിംഗലത്തിൻ്റെ ബാക്ക് ബോൺ ആട്ടോ ഇത് വെച്ചിരിക്കുന്നത്. ഈ മ്യൂസിയം ആക്ച്വലി ഒത്തിരി വലുതായിരുന്നു. നമ്മൾ ഇത്ര നടന്നിട്ടും തീർക്കാൻ പറ്റാത്ത അത്രയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ മ്യൂസിയത്തിൽ. അപ്പം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ടയേർഡായിട്ടാണ് ലാസ്റ്റാണ് മ്യൂസിയത്തിൽ വന്നത്. കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നടന്ന് പോയി. പക്ഷേ ഇതിനൊരു എൻഡില്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു മ്യൂസിയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങളും പഴയ ലിപികളും അത് പല പല ഭാഷയിലും ഉള്ള റൈറ്റിങ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഇരുമ്പിലായിക്കോട്ടെ, കല്ലിലായിക്കോട്ടെ, താളിയോലയിലായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള കളക്ഷനായിരുന്നു അവിടെ.
നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രയധികം വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെയുള്ളത്. ഇതിൽ പലതും നമ്മളിപ്പോഴൊന്നും എങ്ങും കാണുന്നില്ലാത്ത ടൈപ്പുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും അതുപോലെ തന്നെ ഫിലിമിൻ്റെ ഒരു ടെക്നോളജിയും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ആ ഒരു എന്താ പറയുക പ്രൊജക്ടറും പല പല ടൈപ്പ് ക്യാമറ, അതായത് പണ്ട് കാലത്ത് തൊട്ട് ഇന്ന് വരെയുള്ള ആ ഒരു ചേഞ്ചസും ക്യാമറയും അതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഈ കുട്ടികൾ ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെയൊക്കെ ആക്ച്വലി ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ബിക്കോസ് നമ്മളിതൊന്നും ഇപ്പോൾ എങ്ങും കാണുന്ന സാധനങ്ങളല്ല. ഇതുപോലെ മ്യൂസിയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് വൈകുന്നേരം നമ്മൾ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിൽ പോയി. ഇതും കർണാടകയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ്. ഒത്തിരി ആളുകൾ വന്നു പോകുന്ന ഒരു അമ്പലമാണ് കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഈവനിങ് ദർശനം നടത്തി. നല്ല സുഖദർശനമായിരുന്നു. അപ്പോൾ അങ്ങനെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഘോഷയാത്ര, ഒരു രഥത്തിൻ്റെ ഘോഷയാത്ര കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാണ്. അപ്പോൾ ഈ വീഡിയോയും ഞാൻ കാണിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.